ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമുക്ക് നമ്മുടെ കൈ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ സുലഭമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കീടനാശിനി വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായയുടെ ഇല ഉപയോഗിച്ചിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കീടനാശിനി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പം പപ്പായയുടെ ഇല നമ്മുടെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ അടുത്ത വീട്ടിൽ പോയാൽ തന്നെ നമുക്ക് ഒരു പപ്പായയുടെ ഇലയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു പപ്പായയുടെ ഇല നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. മറ്റ് ഡാമേജോ അല്ലെങ്കിൽ മഞ്ഞളിപ്പോ അങ്ങനെ കുരുടിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു പപ്പായയുടെ ഇല വേണം സെലക്ട് ചെയ്യാൻ. നല്ല പച്ചപ്പുള്ള ഇല തന്നെ സെലക്ട് ചെയ്യുക. ചില വീടുകളുണ്ടാവും മഞ്ഞളിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പൊക്കെ ബാധിച്ച പപ്പായ, അതൊന്നും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഏതോ വിധത്തിലുള്ള വൈറസ് ബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തോട്ടത്തിലേക്ക് ഇതുവഴി സ്പ്രെഡ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ഒഴിവാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ പപ്പായയുടെ ഇലയൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുക. അത് നുറുക്കിയെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുക മീൻസ് ഒരുപാട് മഷി പോലെ ഒന്നും അരഞ്ഞ് കിട്ടണ്ട, നമുക്ക് ജസ്റ്റ് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അരയ്ക്കുന്ന വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സത്ത് വേർതിരിച്ചെടുക്കണം. അപ്പം ഓവറായിട്ട് മഷി പോലെ ഒന്നും അരച്ച് നമ്മൾ ബുദ്ധിമുട്ടണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒരു 100 ml വെള്ളം ഒഴിക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഒരു 100 ml വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ല, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. പൊടിഞ്ഞ് നന്നായിട്ട് പച്ചപ്പ് നന്നായിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നീക്കണം. ഓവറായിട്ട് ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ പലരും ഇത് പല രീതിയിലായിട്ട് ഉപയോഗിക്കാറ്. ചിലർ ഇതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളക് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലർ ഇതിന് കൂടെ ഗോമൂത്രം ചേർക്കും. ചില ആളുകൾ ചെയ്യുന്ന ഈ പപ്പായയുടെ ഇല തലേന്ന് എടുത്തിട്ട് കൊത്തി അരിഞ്ഞിട്ട് അവർ തലേന്ന് ഈ 100 ml വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അത് ബ്ലെൻഡറിൽ ഇതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി എഫക്റ്റീവ് ആണ് കേട്ടോ. നമ്മൾ തലേന്ന് ചെയ്യുമ്പോൾ അത്രയ്ക്കും സത്തായ ഇലയിൽ വേർതിരിച്ച് വെള്ളത്തിലേക്ക് മിക്സ് ആവാനൊക്കെ ഒരുപാട് ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ തലേന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഈ 100 ml വെള്ളത്തിലേക്ക് നമ്മളൊരു 5 or 10 കാന്താരി, നല്ല പഴുത്ത കാന്താരി അല്ലെങ്കിൽ നല്ല മൂത്ത പച്ച കാന്താരിക്ക് ചേർത്ത് കഴിഞ്ഞാലും ഒന്നുകൂടി എഫക്റ്റീവ് ആണ്. ചില ആളുകൾ ഇതിനൊക്കെ പകരം നാച്ചുറൽ ആണെന്ന് പറഞ്ഞിട്ട് പുകയില കഷായം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പുകയില കഷായമൊക്കെ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പുകയിലിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ പച്ചക്കറികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും പച്ചക്കറികൾ അത് ആഗിരണം ചെയ്തിട്ട് പച്ചക്കറി വഴി നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തെത്തും. അപ്പം നിക്കോട്ടിൻ എല്ലാവർക്കും അറിയാം ഒരു ക്യാൻസറിന് കാരണമാകുന്ന ഒരു കാർസിനോജനാണ്. അപ്പോൾ നമ്മൾ ജൈവമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും പുകയില കഷായം നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പലരും ചെയ്യുന്നൊരു പ്രശ്നമാണത്. പുകയില ജൈവമല്ലേ എന്ന് വിചാരിച്ചിട്ട് പലരും പുകയില കഷായമൊക്കെ നമ്മുടെ തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൻ്റെ ചണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒരു കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ ആ തുണിയിലേക്ക് ജസ്റ്റ് വെച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ പ്യൂരിഫൈ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നന്നായിട്ട് അരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്പ്രെയർ കേടായി പോട്ടോ, ഇതിൻ്റെ ചണ്ടി കുടുങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള ചില ചെടികളൊക്കെ ഈ പുഴു വന്നിട്ട് ഇലത്തീനി പുഴുക്കളും മറ്റു കീടങ്ങളൊക്കെ വന്നിട്ട് ചെടിയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇനിയും പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ചെടിയൊക്കെ നശിച്ചു പോകും. കാരണം വളരെ വലിയൊരു അറ്റാക്കാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിലെടുത്ത് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇത് നമ്മൾ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ച് അടിക്കാൻ. ഇതിലിപ്പോൾ ചണ്ടി ഞാൻ അരിച്ചിട്ടില്ല, ഇത് അരിച്ചിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. അരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സ്പ്രെയർ കേടായി പോകും. സ്പ്രെയറിൻ്റെ നോബിൻ്റെ ഉള്ളിലൊക്കെ ഇത് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഴിച്ച് പിന്നെ റിപ്പയർ ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളത് സ്പ്രേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് മഴയില്ലാത്ത സമയങ്ങൾ നോക്കി സ്പ്രേ ചെയ്യുക. ഞാൻ പറയാറുണ്ട് മഴയില്ലാത്ത സമയങ്ങളിൽ സ്പ്രേ ചെയ്യണം. മഴ പെയ്ത് കഴിഞ്ഞാൽ പോയി. അപ്പോൾ കീടങ്ങൾക്കൊന്ന് എഫക്റ്റീവ് കിട്ടണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ജസ്റ്റ് ആ ഇലയിൽ അതൊന്ന് തങ്ങി നിൽക്കണം. അപ്പോൾ 1 മണിക്കൂറെങ്കിലും തങ്ങി നിന്ന് കഴിഞ്ഞാൽ കീടങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സാധാരണ മഴയുള്ള ദിവസങ്ങളായത് കാരണം കീടങ്ങളുടെ ശല്യം കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ മഴക്കാലങ്ങളിൽ ഒരുപാട് കീടങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഈ കീടനാശിനി തയ്യാറാക്കിയിട്ട് രാവിലെയും വൈകിട്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കീടങ്ങളുടെ ഒക്കെ ഒട്ടുമിക്ക ശല്യം ഒഴിവായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.
അപ്പൊ അതുവരെ ബൈ.